ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് സൺഡേ ഒരു ചിക്കൻ റോസ്റ്റും ഫ്രൈഡ് റൈസും ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ സൺഡേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയണത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ആദ്യമായിട്ട് കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, കുറച്ച് വെളുത്തുള്ളി, ബീൻസ് ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഒരു കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് 3 മുട്ടയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നമ്മുടെ ഉരുളിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ആദ്യം ഇതിലോട്ടിട്ട് വഴറ്റുക. കാരണം അതിന് കുറച്ച് വേവുള്ളത് കൊണ്ടിട്ട് ഫസ്റ്റ് നമുക്ക് ഇതാദ്യം വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റുക. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നല്ല കൂടിയ ഫ്ലെയിമിൽ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേഗം നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ക്യാബേജും അതിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതിലേക്ക് ഒരു 3 സ്പൂണ് സോയാ സോസും ഒരു 3 സ്പൂണ് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. വേഗം നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനൊരു സ്പ്രിംഗ് ഓനിയൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അത് വാടിയൊന്നും വരണ്ട, ജസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 1 കിലോ അലിബാബയുടെ അരിയാണ് വേവിച്ച് വെച്ചത്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞത്. ഇത് എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കണേണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.